ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. വീണ്ടും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഫോട്ടോസെൽ സെൻസർ അഥവാ ഡേ നൈറ്റ് സെൻസറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. എൻ്റെ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ വെറൈറ്റീസ് ഓഫ് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മോഷൻ സെൻസറിനെ കുറിച്ചാണ്. മോഷൻ സെൻസർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കൂടുതലും വലിയ മാളിനകത്തൊക്കെ മോഷൻ സെൻസർസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെല്ലുമ്പോൾ ഓപ്പൺ ആവും. അതെല്ലാം മോഷൻ സെൻസറാണ്. മോഷൻ സെൻസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതും നമ്മുടെ വീടിനകത്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സെൻസറാണ്. കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ റൂമിനകത്തേക്ക് ഒക്കെ കുഞ്ഞുങ്ങളോടി കയറുമ്പം തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാനുമൊക്കെ ഈ സെൻസർസ് ഉപകാരപ്പെടും. നിങ്ങളുടെ റൂമിനകത്തെ ലൈറ്റുമായിട്ട് ഇത് ഘടിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഓൺ ആവും. അങ്ങനെ ഇതുമായിട്ട് അലാറം സിസ്റ്റം ഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം വീടുകളുടെ വെളിയിൽ നമ്മൾ ഫോട്ടോസെല്ലിൻ്റെ കൂടി മോഷൻ സെൻസേഴ്സ് വെക്കുന്നുണ്ട്. ചിലർ കറണ്ട് ചാർജിനെ കുറിച്ച് പേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ സെൻസർ വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത ടൈമിംഗ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ആവുകയും ആൾക്കാരുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ തന്നെത്താനെ ഓൺ ആവുകയും ചെയ്യും. പ്രസൻസ് മാത്രമല്ല, ഏത് മോഷൻ ഉണ്ടായാലും മൂവ്മെൻ്റ് ഉണ്ടായാലും അത് ഓണാണ്. അപ്പം മോഷൻ സെൻസർ അഥവാ മൂവ്മെൻറ്റ് സെൻസർ എന്ന് പറയുന്ന ഈ സെൻസർ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. അതിനെ വേണമെങ്കിൽ നമ്മുടെ വീടിനകത്തേക്ക് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും. കറണ്ട് ചാർജ് ലാഭിക്കാൻ നോക്കുന്നവർക്കും നല്ലതാണ്. നിശ്ചിത ആരെങ്കിലും വീടിനകത്ത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മറന്നു പോകുന്ന കുട്ടികൾ കാണും. സ്വിച്ച് ഓൺ ചെയ്തിടും, എല്ലാ ലൈറ്റും ഫാനും എല്ലാം ഓൺ ചെയ്തിട്ടിട്ട് ചിലപ്പോൾ മറന്നു പോകും, ഇറങ്ങിപ്പോവും. അങ്ങനെ ഫാൻ ലൈറ്റും എല്ലാം കത്തി കിടക്കുകയും കറങ്ങുകയും ചെയ്ത് കറണ്ട് ചാർജ് ഫുള്ളാവും. ഇപ്പോൾ സെൻസർ ഉണ്ടെങ്കിൽ നിശ്ചിത ടൈമിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും. ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മാത്രം ഓണാവും. അപ്പോൾ ഈ സെൻസർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് പറഞ്ഞ് ഘടിപ്പിക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പം പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെയും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അടുത്ത ദിവസം അടുത്ത ഒരു സെൻസറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഞാൻ. എല്ലാവരോടും നന്ദി, നമസ്കാരം.